ഇന്ന് ബിഗ് ബോസ് എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കുവാൻ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, റീഗൽ ജ്വല്ലേഴ്സിന്റെ ഡയമണ്ട് നെക്ലേസ് ആരാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്നുള്ളത് പ്ലാസ്മ ടിവിയിൽ ഉടൻ തന്നെ കാണുന്നതായിരിക്കുമെന്ന്. ബിഗ് ബോസ് അങ്ങനെ ഇതുവരെ കോയിൻസ് നേടിയവരുടെ ലിസ്റ്റ് പ്ലാസ്മ ടിവിയിൽ കാണിച്ചു. ടോപ്പിലായി നിൽക്കുന്നത് ആര്യൻ തന്നെയായിരുന്നു. എല്ലാ ഹൗസ്മേറ്റ്സും മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡയമണ്ട് നെക്ലേസ് ആര്യനുള്ളതാണ്. ഇനി ആര്യൻ എവിക്റ്റ് ആയതുകൊണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിലുള്ള ടോപ്പ് കോയിൻസ് ആണ് കൗണ്ട് ചെയ്യുന്നത് എങ്കിൽ ഞാനായിരിക്കും വിന്നർ എന്നായിരുന്നു അക്ബർ എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ ഹൗസ്മേറ്റ്സിന്റെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ബിഗ് ബോസ് ആര്യന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയായിരുന്നു. ആര്യൻ തന്നെയാണ് ആ ഡയമണ്ട് നെക്ലേസിന്റെ അവകാശി. ആര്യൻ 2 വാക്കുകൾ സംസാരിക്കുവാനായി ഫ്രണ്ടിലോട്ടേക്ക് വന്നു. ആ സമയം ആര്യൻ പറഞ്ഞു, എന്റെ അമ്മ ഇവിടെ വന്നപ്പോൾ ആ ഡയമണ്ട് നെക്ലേസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് എന്റെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്നും അമ്മ നോക്കണ്ട, അതൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കപ്പെങ്കിലും കിട്ടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതെന്തായാലും നടന്നില്ല. ഡയമണ്ട് നെക്ലേസ് എങ്കിലും കിട്ടിയല്ലോ. ഇത് എനിക്ക് എന്റെ അമ്മയെ ഏൽപ്പിക്കണം. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വരുംകാല ഭാര്യയ്ക്ക് ഇതുപോലെ ഒരു ഡയമണ്ട് നെക്ലേസ് വല്ലതും സമ്മാനിക്കണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എന്റെ അമ്മയെ ഏൽപ്പിക്കുമെന്നാണ് ആര്യൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ഡയമണ്ട് നെക്ലേസ് കിട്ടിയത് തൊട്ടിട്ട് ഓരോരുത്തർ അതിന്റെ കമ്മൽ തരാമോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ജിഷിൻ പറഞ്ഞു, നിന്റെ കല്യാണത്തിന്റെ സമയത്തല്ലേ ആവശ്യം, അതുകൊണ്ട് നീ അതൊന്ന് എനിക്ക് റോൾ ചെയ്യുവാൻ തരുമോ എന്നെല്ലാമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആര്യന് ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് ഇത് ഡയറക്റ്റ് കൈമാറുന്നതായിരിക്കുമെന്നാണ് ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത്. ആ ഡയമണ്ട് നെക്ലേസ് വന്ന അന്നു മുതൽ അനുമോൾക്ക് അതിലൊരു നോട്ടമുണ്ടായിരുന്നു. എന്നാൽ അത് കൊണ്ടുപോയിരിക്കുന്നത് ആര്യനുമാണ്. നിങ്ങൾക്ക് ബിബിയുടെ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.